ഈ വർഷത്തിലെ മോസ്റ്റ് അവൈറ്റഡ് ഫിലിം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ചെലവേറിയ സിനിമയാണ് പുഷ്പ 2. ആൻഡ് ട്രെയിലർ വാസ് ലൈക്ക് കിട്ടിലും അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു പക്ക മാസ് മസാല എന്റർടൈൻമെന്റ്, ആ ഒരു എല്ലാ എലമെന്റ്സും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ട്രെയിലർ ആയിരുന്നു. ഫസ്റ്റ് പാർട്ടിന് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് പാർട്ട് ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ട് ആ ഒരു ടെറൈൻ തന്നെ ടോട്ടലി ചേഞ്ച് ആയി, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയും വേൾഡും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അല്ല ഒരുപാട് വൈഡറായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് പാർട്ട് നോക്കുവാണെങ്കിൽ തന്നെ എനിക്ക് ഫസ്റ്റ് പാർട്ട് ഓക്കെ എന്നൊരു ഫീൽ ആയിരുന്നു. കാരണം KGF ഒക്കെ ഇറങ്ങി അതിനുശേഷം കാണുമ്പോൾ അതൊരു ത്രില്ലുള്ള സ്റ്റോറി ആയതുകൊണ്ടായിരിക്കാം എനിക്കൊരു ഓക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും തിയേറ്ററിൽ കണ്ടപ്പോഴൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ ഓൾറെഡി ഡയറക്ടറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു KGF ശേഷം ഒരുപാട് ചേഞ്ചസ് ഈ മൂവിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് KGF റിലീസിന് ശേഷം അത് എങ്ങനെയാണ് ഇന്ത്യൻ ഓഡിയൻസ് ഏറ്റെടുത്തതും, അല്ലെങ്കിൽ അതിലെ മാസ് എലമെന്റ്സും, അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് കിട്ടിയ ആ ഒരു ബോക്സ് ഓഫീസും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ട് ഈ ഒരു സിനിമയിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സ്ക്രീൻ പ്ലേയിൽ ഒരുപാട് ചേഞ്ച് വരുത്തി. പിന്നെ കുറച്ച് ഷൂട്ട് ചെയ്തൊക്കെ പിന്നെ റീഷൂട്ട് ചെയ്ത് മാസ് എലമെന്റ്സ് ഒക്കെ കുറവാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു മാസ് എലമെന്റ്സ് ഒക്കെ എവിടെ ആഡ് ചെയ്ത് സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ രീതിയിലാണ് ട്രെയിലറിലൊന്നും വന്നിരിക്കുന്നത്. നമ്മൾ ലോജിക് ഒന്നും നോക്കാതെ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസും, അല്ലെങ്കിൽ വേറെ ലെവലായിട്ടുള്ള ഒരു മാസ് മസാല ആക്ഷൻ പാക്ഡ് ഒരു മൂവി കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് എന്തായാലും ഇതിൽ കിട്ടും, അത് ഷുവറാണ്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പറഞ്ഞൊരു കാര്യമില്ല. കാരണം ഇപ്പോൾ വരുന്ന മിക്ക മൂവീസിനും ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഓവറായിട്ടുള്ള ഹൈപ്പും, അല്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത രീതിയിലുള്ള പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും വരുന്നവനും പോകുന്നവനും എല്ലാവരും കിടന്ന് ഇങ്ങനെ സിനിമയെക്കുറിച്ച് തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഓഡിയൻസിന് ഓൾറെഡി ഒരു എക്സ്പെക്ടേഷൻ ഒരു ലെവൽ കാണും. അതിൽ നിന്നൊക്കെ പീക്കി കൊണ്ട് നിർത്തിയിട്ട് തിയേറ്ററിൽ പോകുമ്പോൾ ഒന്നും ഇല്ലെങ്കിലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. ഇപ്പം റീസെന്റ് വന്ന പല മൂവീസും അങ്ങനെയാണ്. ഞാൻ ഏത് മൂവി ഒന്നും പറയുന്നില്ല, എനിക്ക് തെറിയേക്കാൻ വയ്യ, ഓൾറെഡി ഒരു വീഡിയോയിൽ കുറെ കേട്ടായിരുന്നു. ആൻഡ് പുഷ്പയിലോട്ട് വരുവാണെങ്കിൽ തന്നെ നമുക്ക് പുഷ്പ 1 വർക്ക് ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അതിന്റെ ഒരു ടെറൈനും, അല്ലെങ്കിൽ അതിന്റെ ഒരു വേൾഡ് ബിൽഡും കാര്യങ്ങളൊക്കെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കാട്ടിന്റെ അകത്തും അവിടെ നടക്കുന്ന ക്യാരക്ടേഴ്സും ഇവന്റ്സ് ഒക്കെയാണ്. പക്ഷെ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് കണ്ട എന്താണോ, അല്ലെങ്കിൽ ആ ഒരു ടെറൈൻ എന്താണോ, അതിൽ നിന്നൊക്കെ ഭയങ്കര രീതിയിൽ വൈഡറായിട്ട് പോകുന്നുണ്ട്. അത് ട്രെയിലർ തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്റർനാഷണൽ ആയിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് അത് ആ ഒരു എലമെന്റ് ഇല്ലാതെ ഒരിക്കലും അത് പറയത്തില്ല. ആൻഡ് അല്ലു അർജുൻ ചൈനയിലോ ജപ്പാനിലോ എന്തോ പോയിരിക്കുന്നു. സോ KGF ഇപ്പോൾ റോക്കി ബൈ ദുബായി പോയതുപോലെ എന്തെങ്കിലും സീനായിരിക്കാം. അതുപോലെ ഒരുപാട് സീൻ ഇവിടെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പം എടുത്തു പറയണെങ്കിൽ നമ്മൾ KGF റോക്കി ബൈ അമ്മയ്ക്ക് കൊടുത്ത വാക്കിന് വേണ്ടിയിട്ടാണല്ലോ ഫുള്ള് നിൽക്കുന്നത്. ആൻഡ് ഇതിലോട്ട് വരുമ്പോൾ വൈഫ് പറഞ്ഞൊരു കാര്യം കേൾക്കുന്നു പറഞ്ഞിട്ട് ഡയലോഗ് പറയുന്നുണ്ട്. സോ അതും അങ്ങനത്തെ ഒരു റെഫറൻസ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. കുറെ സീക്വൻസ് എനിക്ക് തോന്നുന്നു KGF ശേഷം അതുപോലെ എടുക്കണം, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ലെവൽ ഓഫ് ഇമ്പാക്ട്, അല്ലെങ്കിൽ KGF കണ്ടപ്പോൾ കിട്ടിയ ഒരു ലെവലും ആ ഒരു എക്സ്പീരിയൻസ് എന്താണോ അതിൽ നിന്നും ടോപ്പായിട്ട് നിൽക്കുന്ന രീതിയിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ട്രെയിലറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ആയിരുന്നത് ഫാസ്റ്റിനെ കാണാനാണ്. ഞാൻ ആ ഒരു ഇൻട്രോയും ആ ഒരു ഡോണിലെ പാട്ടും വെച്ചിട്ട് പിന്നീട് ആ ഒരു എൻഡ് വരെ പുള്ളിക്കാരൻ്റെ അഴിഞ്ഞാട്ട് വരുന്നത്, അത് വാസ് ലൈക്ക് പൊളിയായിരുന്നു. സിനിമയിലും ഓഫ് കോഴ്സ് അത് ഒരു വൈബ് കാണും, അല്ലെങ്കിൽ അല്ലു അർജുൻ്റെ ആ ഒരു ഈക്വൽ ലെവലിൽ പിടിച്ച് ചിലപ്പോൾ അതിനേക്കാളും മുകളിൽ നിൽക്കാനേ ചാൻസ് ഉള്ളൂ. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അധികം കണ്ടില്ലല്ലോ. ഫസ്റ്റ് പാർട്ടിൽ ആ ഒരു ക്ലൈമാക്സ് പോർഷനിലല്ലേ വരുന്നുള്ളൂ. പക്ഷേ സെക്കൻഡ് പാർട്ടിൽ ഓഫ് കോഴ്സ് ഫുൾ സിനിമ ഫസ്റ്റ് പാസിൽ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. ട്രെയിലറിൽ തന്നെ ഇമാതിരി മാസമാണെങ്കിൽ സിനിമയിൽ ഓഫ് കോഴ്സ് എന്തായാലും ഒരു പൊടിക്ക് അല്ലു അർജുൻ്റെ മുകളിൽ നിൽക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് എല്ലാവർക്കും അറിയാം ഈ ഒരു മൂവി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ആൻഡ് ഇതിന്റെ ഒരു പ്രീ സെയിൽസിന് തന്നെ ഏകദേശം 1000 കോടി കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. സാറ്റലൈറ്റും OTTയും ഡിജിറ്റലും അങ്ങനെ ഒരുപാട് റൈറ്റ്സ് ഒക്കെ സെയിൽ ചെയ്തപ്പോൾ. ആൻഡ് ഇവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ബോക്സ് ഓഫീസിൽ ഏറ്റവും ഹൈസ്റ്റ് ഗ്രോസ് ആയിട്ടുള്ള ഒരു മൂവി. ആൻഡ് പല സ്റ്റേറ്റ്സിലും ഇപ്പോൾ പല മൂവീസ് ആണല്ലോ ടോപ്പ് നിൽക്കുന്ന ബോക്സ് ഓഫീസിൽ. അതൊക്കെ ബ്രേക്ക് ചെയ്യണം. ഇപ്പോൾ ലിയോ ആയാലും KGF ആയാലും. സോ അങ്ങനെയുള്ള ഒരുപാട് മൂവീസിന്റെ ഒക്കെ ഓൾ ടൈം ഗ്രോസ് ഒക്കെ ബ്രേക്ക് ചെയ്യണം. സോ അങ്ങനെയാണ് ഇവർ ആ ബോക്സ് ഓഫീസിൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് മാത്രം മതി. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറത്തായിരിക്കും ഇതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഒക്കെ. അതൊക്കെ ട്രെയിലറിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. മാതിരി പ്രസന്റേഷൻ ആയിരുന്നു. ആൻഡ് ഓവറോൾ നോക്കുവാണെങ്കിൽ തന്നെ ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് തന്നെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇനി മൂവിയുടെ കാര്യമാണ്, ഒന്നില്ലെങ്കിൽ ഈ മൂവി വേറെ ലെവലായിട്ട് പോകും, ബോക്സ് ഓഫീസ് റെക്കോർഡ്സ് ഒക്കെ ബ്രേക്ക് ചെയ്യും. അതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. സോ ഇതാണ് ട്രെയിലർ കണ്ടിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓൾറെഡി ട്രെയിലർ കണ്ടവരാണെങ്കിൽ നിങ്ങളെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.